കടം കൊണ്ട് വലിഞ്ഞവന്റെ പരിശുദ്ധ ദീനിലേക്ക് വന്നവന്റെ 8 വിഭാഗത്തിൽ നിന്നും എത്തിക്കപ്പെട്ടവർക്ക് കൊടുക്കുക. നല്ലോ കൊടുക്കുക. സകാത്ത് കോരിച്ചൊരിഞ്ഞു കൊടുക്കുക. സകാത്ത് കൊടുത്താൽ വളരും. അതെ, ശുദ്ധിയാക്കലാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നീ ഹജ്ജ് നിർവഹിക്കലാണ്, നീ ഉംറയും നിർവഹിക്കലാണ്. ഹജ്ജ് ഉംറയും നിർവഹിക്കാം. അതന്നെ അതിന്റെ ലീഡർമാരൊക്കെ ഉണ്ട്. നമ്മളെ പള്ളിയിലുണ്ട്. സലാഹുദ്ദീൻ ഫൈസി ഉസ്താദ്, തങ്ങന്മാരൊക്കെ ഉണ്ട്. പറ്റുന്നോലും പോയിക്കോളി. പോകാൻ പൂതിണ്ടാവും. പോകാൻ പൂതിണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാരും കൈ പൊക്കും. ഹജ്ജിന് പോകാൻ പൂതിണ്ടോ എന്ന് ചോദിച്ചാൽ ഒക്കെ കൈ പൊക്കും. പോയോൾക്ക് നല്ല പൂതി ഉണ്ടാവും. അല്ലേ? അങ്ങനല്ലേ? പോയോൾക്ക് പിന്നെയും പൂതി ഉണ്ടാവും. പോകാൻ പൂതിയുള്ള ആളുകൾക്ക് ഒരു പണി പറഞ്ഞുതരാം. സൂറത്തുൽ ഹജ്ജ് ഓതുക. അപ്പൊ ആരെങ്കിലും വിളിക്കും. പോരണോന്ന് ചോദിച്ചിട്ട് വിളിക്കും. ചാൻസ് കിട്ടും. അങ്ങനെ തന്നെ അള്ളാഹ് അപ്പോൾ തോന്നിപ്പിക്കുന്നേ. അതന്നെ ഹജ്ജ് സൂറത്ത് പതിവാക്കാൻ എത്ര ആളുകൾ പോയിട്ടുണ്ട്. പിന്നെ പൈസന്റെ കാര്യത്തിൽ പേടിക്കാനില്ലല്ലോ. സൂറത്തുൽ വാഖിഅ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണത്? മുസമ്മിലുണ്ടല്ലോ, എന്തിനാ പേടിക്കണത്? ഇന്നാഴ്ത്തതിനേക്കാൾ കൗസർ ഉണ്ടല്ലോ, എന്തിനാ പേടി? പൈസ ഇല്ല എന്നുള്ള വിഷയമല്ല, നമ്മൾ ഒരുങ്ങിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ദിവസം ചെല്ലാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ചയില് സാമ്പത്തിക ഞെരുക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഒരു 10 മിനിറ്റ് ജുമയുടെ എല്ലാ ഔറാദുകളൊക്കെ കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് വീട്ടിൽക്കെത്തി ചോറ് വെക്കണതിന് മുമ്പ് ചൊല്ലി തീർക്കാനേ ഉള്ളൂ സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം, സ്വലാത്ത് 100 വട്ടം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക 70 വട്ടം. 70 വട്ടം. അതാ എന്റെ ചൊല്ലിയാല് എന്റെ പണി. അതാ എനിക്ക് 8000 രൂപയാണ് വെള്ളിയാഴ്ച പോയാൽ കിട്ടുക. 8000 രൂപയാണ് വണ്ണപ്പാറ. 60 കിലോമീറ്റർ ഞാൻ വണ്ടിക്ക് വിടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എനിക്ക് 8000 രൂപ കിട്ടും. 4 കൊല്ലമായിട്ട് അയിമ നിൽക്കുകയാണ്. ഞാൻ കൂട്ടണോ പറഞ്ഞില്ല. അതിന് ഉസ്താദ് ചോദിച്ചിട്ടില്ലല്ലോ എന്നാണ് ഒരു ചോദ്യം. പിന്നെ വേറൊരു ചോദ്യം, അരമണിക്കൂറല്ലേ ഉള്ളൂ എന്നായിക്കോട്ടെ, പക്ഷെ എനിക്ക് ഫലം കിട്ടുന്നുണ്ടല്ലോ. എന്റെ മോൻ പഠിക്കണത് MBBS ചൈനയിൽ പഠിക്കാണ്. ആദ്യത്തെ കൊല്ലം തന്നെ 7.5 ലക്ഷം കൊടുക്കണം. ഇത് കിട്ടി. ഇത് ഞാൻ മുടക്കലില്ല. ഇന്നിപ്പോ രാവിലെ ഞാൻ വെട്ടത്തൂർ ഒരു ക്ലാസ്സിന് പോയപ്പോ അവിടെ അൻവാർ ഹുദ കോംപ്ലക്സ് കുട്ടികളോട് ഞാൻ ചെറിയ ചോദ്യം ചോദിച്ചു. എല്ലാ ദിവസവും നോമ്പറക്കാൻ ഇറച്ചിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞിട്ടുണ്ട്. 10-120 കുട്ടികളുണ്ട്. ഇങ്ങനെ ആക്കി. അപ്പൊ പുട്ടും കടലാണ് കിട്ടലെന്ന് പിന്നെ ചോദിച്ചപ്പോ മനസ്സിലായി ഇറച്ചി കിട്ടലില്ല. അപ്പൊ ഞാൻ എന്റെ മാനേജറോട് ചോദിച്ചു, എത്ര രൂപ വരും നോമ്പറക്കാൻ? ഒരു നോമ്പറക്ക് ഇവിടെ 7000 രൂപ വരും. അപ്പൊ തന്നെ ഞാൻ 7000 രൂപ കൊടുത്തിട്ട് വരിക 7000. അതന്നെ ഞാൻ കൊടുത്തു. ആ കണ്ണു ജിബിയാണ് കൊടുത്തു. എവിടുന്ന ഇതന്നെ പണി. വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ഇതന്നെ പണി. അപ്പൊ വേറെ റൂട്ടിൽ കൂടെ എന്താകും? വന്ന തരുന്നേ. അങ്ങനെ അള്ളാന്റെ പണി. അപ്പൊ ശമ്പളം കിട്ടണില്ല, കമ്മിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ നോട്ടീസ് കൊടുക്കുകയൊന്നും വേണ്ട. കമ്മിറ്റിക്കാർക്ക് നോട്ടീസ് കൊടുക്കുന്ന പരിപാടി അത് നിർത്തിവെച്ചിട്ട് നമ്മളിത് ചെല്ലിയാൽ എന്താകും? തോന്നും. അല്ലെങ്കിൽ പിന്നെങ്കിലും തോന്നും. 10-25 കൊല്ലായാലും ഇവിടെ മൂപ്പർക്ക് വീടുണ്ടോ? ഇല്ല, വീടില്ല. 25 കൊല്ലം ഒരാളുടെ യൗവനം നമ്മുടെ നാട്ടിൽ ചെലവഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? കൊടുക്കൂലേ? നാട്ടിന് കൊടുക്കൂലേ? മക്കൾ കെട്ടിച്ചു കൊടുക്കൂലേ? കൊടുക്കുന്ന രക്ഷപ്പെടും. അതാണ് വെള്ളിയാഴ്ച മാത്രം സൂറത്തുൽ ഇഖ്ലാസ് 100, സ്വലാത്ത് 100. അതുപോലെ അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അതും 100 വട്ടം. അത് 70 വട്ടം ചെല്ലിയാൽ ഇല്ല, ഒരു പ്രയാസമില്ല. ഒക്കെ റെഡിയാണ്. ഓന് ഹജ്ജും പറ്റും, ഒക്കെ പറ്റും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനാബത്തിൽ നിന്ന് നീ ശുദ്ധിയാകണം. ഇത് ജനാബത്ത് ഉണ്ടാക്കണ ആളല്ല വന്നത്. അപ്പൊ മനസ്സിലായി വന്ന ആളാരാന്നറിയില്ലേ? വന്ന ആളാരാണ്? ജനാബത്തിന്റെ ആളാണോ?
അല്ല, ആരാ വന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. അപ്പൊ എന്തിനാണ് ഒപ്പമുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്? നമ്മള് കാരണന്മാര് പറയില്ലേ, എടാ ഞാൻ എന്നോട് പറഞ്ഞതല്ല, ഓലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഓൽക്കൊന്ന് തിരിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇജ്ജ് വിചാരിച്ചപ്പോ എന്നോട് പറഞ്ഞ എന്താന്നറിയില്ലേ? അതന്നെ, ജനാപത്തിൽ നിന്നും നീ കുളിക്കലാണ്, നീ പൂർത്തിയാക്കലാണ്, വിശുദ്ധ റമദാൻ മാസത്തിൽ നീ നോമനുഷ്ഠിക്കലുമാണ്. വന്നോട് ചോദിച്ചു, ഇതിന് ഞാൻ പ്രവർത്തിച്ചാൽ മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണോ? അതേ മുസ്ലിമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ പ്രവർത്തിച്ചാൽ അവൻ മുഅ്മിന മുസ്ലിമാണ്. മുഹമ്മദ് മുത്തുനബി എന്ന് സത്യം പറഞ്ഞിരിക്കുന്നു. ഈമാനോ, എന്താണ് ഈമാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ കാര്യങ്ങൾ അൻതുഅ്മിന ബില്ലാഹി, നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്, വമലായികതിഹി, അവന്റെ മലക്കുകളെ കൊണ്ടും, വകുതുബിഹി, അവന്റെ കിതാബുകളെ കൊണ്ടും, വറുസുലിഹി, അവന്റെ പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിക്കാം. അല്ലേ? കിതാബ് 4 കിതാബ് നമുക്ക് അറിയുന്നല്ലേ? തൗറാത്ത്, ഇല്ലേ? സബൂർ, ഇഞ്ചീല്, ഫുർഖാനുൽ അദീം. മൂസാ നബിക്ക് ഇറക്കപ്പെട്ടത് തൗറാത്ത്, അല്ലേ? ഇഞ്ചീൽ ആർക്കാണ്? അതെ. സബൂറോ, ഫുർഖാനുൽ അദീമോ നമ്മുടെ നബി പുന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ അതന്നെ വിശ്വസിക്കലാണ്. അവന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക. അവരൊക്കെ വിശ്വസിക്കണം. അവരൊക്കെ ത്യാഗം, അവരൊക്കെ നമ്മൾ വിശ്വസിക്കണമേ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴത്തേന് എന്താകാണ്? പോത്ത് ആണ് മുടക്കി വിചാരിച്ചിട്ട് നമ്മൾ എന്തിനാണ് അത് വേണ്ട. നമ്മൾ എന്ത് പ്രതിസന്ധി ഉണ്ടാക്കുമ്പോഴെന്ത് വേണ്ട? പല ആളുകളും വരുന്നേ, ഇതിലും വലിയൊരു വന്നിരുന്നേ മുൻഗാമികൾക്ക്. അവിടല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? ഇതിലും വലിയൊരു വന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പരീക്ഷ ഉണ്ടായിട്ടില്ലേ? മുർസലുകളെ കൊണ്ട് വിശ്വസിക്കുമ്പോ അവരെ നാം റോൾ മോഡൽ ആക്കേണ്ടേ? ഇല്ലേ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔൻ, ഇല്ലേ? ഫിർഔൻ ഉണ്ടായില്ലേ? ഫിർഔനും അനുയായികളും ആക്രമിക്കാൻ വന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രതിസന്ധി ഉണ്ടായില്ലേ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രതിസന്ധി ഉണ്ടായില്ലേ? എന്തെങ്കിലും ഒരു കുടുക്കപ്പെടുമ്പോഴത്തിന് ആകെ കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ അടങ്ങാറാകട്ടെ? പാറ്റ കുടുങ്ങി, ഇനി ആത്മഹത്യ അല്ലാതെ മാർഗല്ല, എന്നിട്ട് തൂങ്ങിച്ചാകാൻ പോകാൻ. കോട്ടത്തരന്നല്ലാതെ തൂങ്ങി മരിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? എങ്ങനെയാണോ മരിച്ചത് ആ രീതിയിലുള്ള മരണല്ലേ നരകത്തിൽ അവനുണ്ടാകുക? മലിന്റെ മോളിൽ ചാടിയിട്ടാ മരിച്ചെങ്കിലോ? മൻ തറദ്ദാ മിൻ ജബലിൻ, മലമുകളിൽ നിന്നും വല്ലവരും ചാടിയാൽ നരകത്തിലാണ്. കാലാകാലം നരകത്തിലായ നിലയിൽ അവങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. വലിയ മല്ലൊരു ചാടാ പോകാൻ. വിഷം കുടിച്ച് വല്ലോ ജീവൻ കളഞ്ഞു. വിഷം അവന്റെ കയ്യിലുണ്ടാകും. അതിനവൻ കുടിക്കും. ഫീ നാരി ജഹന്നം, നരകത്തിൽ വെച്ച്. ഖാലിദും മുഖല്ലദും ഫീ അബദാ, കാലാകാലം വിഷം കുടിച്ച് മരിക്കാത്രയാണ്. ഒരു ആയുധം കൊണ്ട് അവന്റെ ശരീരത്തെ കൊന്നു, വെടിവെച്ച് കൊന്നു. സ്വയം കയറിട്ട് തൂങ്ങിയിട്ട് മരിച്ചു, അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് എന്തായി മരിച്ചു? തീവണ്ടിന്റെ മുമ്പിൽ ചാടി മരിച്ചു. അവന്റെ ആയുധം അവന്റെ കയ്യിലുണ്ടാകും. ആ ആയുധം കൊണ്ടവൻ കുത്തുന്നതാണ് നരകാഗ്നിയിൽ വെച്ച്. കാലാകാലം നരകത്തിലായ നിലയിൽ. എന്തിനാ പേടിത്തൂറികളാകുന്നത്? നമ്മളോടല്ലേ അല്ലാഹ് പറഞ്ഞത്? തീർച്ചയായിട്ടും വെള്ളം കയറിയപ്പോൾ നിങ്ങളെ കപ്പലിൽ നമ്മൾ ചുമന്നു, നിങ്ങളെ കപ്പലിൽ ചുമന്നു. നിങ്ങളെ നമ്മളോട് എന്ന് നടന്ന സംഭവ, നൂഹ് നബിന്റെ കാലത്ത് നടന്ന സംഭവ. അന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ കോളിലൊക്കെ ഉണ്ടാകുന്നേ. കടല് സമാധാനം കിട്ടുമോ? ഇല്ല, കടല് സമാധാനം കിട്ടൂല. ഞാൻ കപ്പലിൽ ഞാനൊന്ന് യാത്ര ചെയ്തു, പിന്നെ ഇപ്പൊ അടുത്ത് 2 ആഴ്ച മുമ്പ്.
ലക്ഷദ്വീപ് പോയി, പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞിട്ട് അമേരി ദ്വീപ് പോയി. വ്യാഴാഴ്ച കപ്പല് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. വ്യാഴാഴ്ച പോന്ന പിന്നെ വെള്ളിയാഴ്ച രാവിലെ കൊച്ചിയിൽ ഇറങ്ങും. അസർക്ക് ഷെയ്ഖുൻ ആലിക്കുട്ടി ഉസ്താദിന്റെ അവിടെ ഒരു പരിപാടി ഉണ്ട്, നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കണം. സിംസാറുൽ ഹക്ക് ഉദവി ഉസ്താദ് പ്രസംഗിക്കുന്നതിന് മുമ്പ്, സിംസാർ നല്ല സംസാരാണല്ലോ, ഹക്ക് സംസാരിക്കുന്ന ആളാണല്ലോ സിംസാർ. ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ, ആ പണ്ഡിത പ്രതിഭക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അതുപോലെയുള്ള പ്രതിഭകളായ ഒരുപാട് കബീർ ബാഖവി, നൗഷാദ് ബാഖവി, അബ്ദുസ്സമദ് പോക്കോട്ടൂർ, സദഖാബി പോക്കോട്ടൂർ, നമ്മുടെ ഈ നാട്ടിലെ ജനറേറ്റർ, നമ്മുടെ വിളക്ക്, സമസ്തയുടെ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നേതാക്കന്മാർ സലാഹുദ്ദീൻ ഫൈലി, ആലപ്പുഴയിലായാലും കൂരിയാടായാലും സമസ്തയെ കുറിച്ച് പഠിപ്പിക്കുന്നത് സലാഹുദ്ദീൻ ഫൈലി ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു കൊടുത്ത ശക്തി, കഴിവ് മരണം വരെ നിലനിർത്താൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതിനെത്തണം. വ്യാഴാഴ്ച ആയപ്പോ അവര് പറഞ്ഞു, ഇല്ല, കപ്പലില്ല. ഒരു പണി ചെയ്യാം, വിമാനം കിട്ടും, അഗത്തി പോയാൽ കിട്ടും. പക്ഷെ അഗത്തിയിലേക്ക് പോകണമെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? മീൻ പിടിക്കണ ബോട്ടിൽ നിങ്ങൾ പോകോച്ചു. മീൻ പിടിക്കണ ബോട്ടില് ഉസ്താദ് പറഞ്ഞാൽ കേൾക്കണ്ടേ, പോകാന്ന് പറഞ്ഞു. ഞങ്ങള് 4-5 ആൾക്കാര്, ബഹുമാനപ്പെട്ട ഫളൽ തങ്ങൾ, ആലത്തൂർപടി ഫളൽ തങ്ങൾ, സാലിം പേസി കൊളത്തൂര്, റഷീദ് ബാഖവി, ഖയ്യൂം മാഷ്, ഞാനും 6 മണിക്ക് കയറിയ 10:30 നിങ്ങൾക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് നിങ്ങള്? മേലാപ്പൊന്നുമില്ല. മീനിടുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് പിന്നെ ബെഡിട്ട് ഞങ്ങളവിടെ ഇരുന്നു. കുറച്ചാൽ പോയി നടുക്കടലെത്തിയാൽ അതിന്റെ സുഖം മനസ്സിലായിട്ടുണ്ട്. കാറ്റും കാറ്റും കോളും. അതിന്റെ ഇടയ്ക്ക് വണ്ടി ഒന്ന് ഓഫായി കുറച്ചു നേരം. എങ്ങനെ ഉണ്ടാകും? വണ്ടി പിന്നെ സ്റ്റാർട്ടാണില്ല, എങ്ങനെ ഉണ്ടാകും? അപ്പൊ കടലിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു. കയ്യിട്ടാണ് വെള്ളം കിട്ടുകയാണ്. വെള്ളം കിട്ടി നമുക്ക് അങ്ങനെയുള്ള രീതിയിൽ ഭയങ്കര ആട്ടം. അതാണ്. അപ്പൊ കപ്പലിലും ബോട്ടിലും തോണിയിലൊക്കെ ഉള്ള മാതിരിയുള്ളൊരവസ്ഥ അള്ളാന്റെ ദുനിയാവിലുണ്ടാകും. ഒരു മോടി പോയാലും പിന്നെയും വരുന്നേ. മോടി കൂട്ടുന്ന ആൾക്കാരൊന്നും നമുക്ക് കിട്ടൂല. അതിനെ കാക്കണ്ട. അതുകൊണ്ട് കപ്പലിൽ കടലിൽ കോളിളക്കം ഉണ്ടാകും. കടൽ കൊള്ളക്കാരുണ്ടാകും. മൺതിട്ടകളുണ്ടാകും. കടലിൽ പാറക്കെട്ടുകളുണ്ടാകും. കടലിൽ വലിയ ചുഴികളുണ്ടാകും. അതൊക്കെ തരണം ചെയ്ത് അക്കരെത്തുക, സ്വർഗത്തിലേക്ക് എത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹ് റാഹത്തിലാക്കട്ടെ. അതുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ചൊല്ലിയില്ലേ, രക്ഷപ്പെട്ടില്ലേ? ദിക്റില്ലേ? ദിക്ർ ചൊല്ലിയാൽ രക്ഷയില്ലേ. ഏത് രോഗത്തിനും രക്ഷയാണ് തസ്ബീഹുകളും സലാത്തുകളും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രയാസമുണ്ടായില്ലേ? ഒരു തലവേദന ഉണ്ടാകുമ്പോഴത്തിന് നമുക്ക് തറാവീഹ് ഇല്ല. ഒരു വേദന ഉണ്ടാകുമ്പോ ഇല്ല. നടുവേദന അല്ലാഹു തആല ശിഫ നൽകട്ടെ. രോഗം പ്രശ്നമാക്കേണ്ട പരീക്ഷണമാണ്. ക്ഷമിച്ചാൽ കൂലിയാണ്. ദോഷങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. പ്രതിസന്ധികൾ പ്രവാചകന്മാർ സഹിച്ചിട്ടുണ്ട്. അത് തരണം ചെയ്യണം. ഈമാൻ ഉണ്ടാകണം. അവരിൽ നീ വിശ്വസിക്കലാണ്. അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് നീ വിശ്വസിക്കലാണ്. നരകം കൊണ്ടും വിശ്വസിക്കലാണ്. നമ്മുടെ വിഷയം അതാണ്. മീസാന് കൊണ്ട് തുലാസ് കൊണ്ട് വിശ്വസിക്കലാണ്. തുലാസിന് നാം പാദം കൂട്ടണം. തുലാസിന് കനം കൂട്ടണം. അതേ പുനർജന്മം കൊണ്ട് നാം വിശ്വസിക്കലാണ്. മരിച്ചുപോയവരെ തീർച്ചയായിട്ടും നമ്മൾ ജീവിപ്പിക്കും. അവർ മുമ്പ് ചെയ്തതൊക്കെ നമ്മൾ എഴുതി വെക്കും. അവരുടെ അടയാളങ്ങളെ എന്താണ് ആസാറ്? പള്ളിയിലേക്ക് വന്ന ചവിട്ടടികൾ ആസാറാണ്. എല്ലാ അടയാളങ്ങൾ ഇത് ആസാറാണ്. സ്ഥലം നൽകിയത് ആസാറാണ്. ഉമ്മ വക്ക് നൽകി, ഞാനും 10 സെന്റ് വഖഫ് ചെയ്തു, ആസാറാണ്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഖാല അല്ലാഹു അസ്സ വജൽ.
എല്ലാം 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 ഒരു രേഖയിൽ അതവിടെ വെച്ച് ക്ലിപ്റ്റർ ചെറിയ സംഗതി അതിലുണ്ട്. അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ എന്താകും അല്ലേ? ഫുള്ള് ചെറിയൊരു സിമ്മണ് ഇട്ട് കഴിഞ്ഞ് അതെന്നെ ഓണാക്കിയ ഫുള്ള് അവിടെ വന്നൂന്നേ. ആധുനിക ലോകത്തിന് ഇതൊക്കെ പരിചയപ്പെടുത്തി, ഇസ്ലാം പരിചയപ്പെടുത്തി, അതെ രേഖയെ പരിചയപ്പെടുത്തി. അതെ നീ മീസാൻ കൊണ്ട് വിശ്വസിക്കലാ, പുനർജന്മം കൊണ്ട് വിശ്വസിക്കുക. എപ്പോൾ ബഅദൽ മൗത്ത്, മരണത്തിനു ശേഷം, നന്മയും തിന്മയുമായ കാര്യങ്ങളെ കൊണ്ട് നീ വിശ്വസിക്കലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഫൈദാ ഫഅൽതു ഹാദാ ഫഅന മുഅ്മിനുൻ, ഇത് ഞാൻ ചെയ്താൽ ഞാൻ മുഅ്മിനാകുമോ? ഖാല നഅം, നീ മുഅ്മിനാണ്. ഈ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ മുഅ്മിനാണ്. ഖാല സദഖത, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മുത്തുനബിയോട്, നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനും ഇസ്ലാമും അത് നമുക്കുണ്ടാകണം. അതന്നെയാണ് നമ്മുടെ സുഹൃത്തങ്ങൾ, അതാണ് നമ്മുടെ ഹസനാത്തുകൾ, അതാണ് നമുക്ക് ഭാരം കൂട്ടേണ്ടത്. അത് നമ്മൾ എന്താകണം? നഷ്ടപ്പെടാത്ത നിലയിൽ തന്നെ കൊണ്ടുപോയി മീസാന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സാഹിബുൽ മവാസീനി, അതേ മീസാനിന്റെ ഉടമസ്ഥൻ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് തൂക്കാൻ ഒരുങ്ങാൻ. എല്ലാരും അവരുടെ കിഴികളുമായിട്ട് വന്നിരിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിലരുടെ അടുത്തേക്ക് വരുന്നതാണ്. ശ്രദ്ധിക്കണം, അക്രമിയുടെ നന്മയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എടുക്കുന്നതാണ്. എന്നിട്ട് മദ്ലൂമിന് അടക്കി കൊടുക്കുന്നതാണ്. ഈ ജോന വല്ലാതെ സിപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂമ്പാരത്തുനിന്ന് ഇട്ടുകൊടുക്കും. അപ്പൊ നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ട് ആരൊക്കെ നമ്മൾ ദുൽമ ചെയ്തിട്ടുണ്ടോ അവർക്ക് കൊടുക്കുന്നതാണ്. അവന് നന്മയില്ലെങ്കിൽ കൊടുക്കാനൊന്നുമില്ല, കാലിയാണ്. അക്രമിക്കപ്പെട്ടവന്റെ തിന്മകളിൽ നിന്നും എടുക്കുന്നതാണ്, അതിനെടുക്കപ്പെടും. ആർക്ക് മടക്കി അങ്ങോട്ട് കൊടുക്കും? ആർക്ക് കൊടുക്കും? ഓനിൽക്കിടും, ആലിമിൽക്ക് തന്നെ ഇടും. അപ്പൊ ഓന്റെ കൂടി ഇജ്ജൻ പേറിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവനിടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മദ്ലൂമിൽ നിന്നുള്ള തിന്മകൾ ലാലിമിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാ കിറാം ചോദിച്ചു, ഹൽ യദ്കുറുന്നാസു അഖിലീഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാർ അവരുടെ മക്കളെ, കുടുംബങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമോ? മുമ്പത്തെ റെയിൽവേ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, എന്റെ പേള പേര്, കേന്ദ്രമന്ത്രി ലാലു തിരുവനന്തപുരത്ത് വന്നു. 10-18 കുട്ടികളുണ്ട്. കുറച്ചും കഴിഞ്ഞ് പോകുമ്പോ കുട്ടികളെ നോക്കുമ്പോ കാണാനല്ല അല്ലേ? പ്രോട്ടോകോളൊക്കെ ലംഘിച്ചു നേരെ വന്നു ഒരു ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷ എടുത്തിട്ട് കുട്ടികളെ എവിടെ ഉണ്ട് നോക്കിയിട്ടൊക്കെ പെറുക്കി കൊണ്ടുവന്നേ. അതിനെ വയലിന് പോയാലും നമ്മളൊക്കെ ഇടക്ക് പോയാലും നമ്മൾ നോക്കാം ചെറുക്കനെവിടെ, പേരക്കുട്ടിയായിട്ടാ വന്നത്, പേരക്കുട്ടി എവിടെ? നമ്മൾ എത്ര തക്കാരത്തിന് പോയാലും അവിടെ എത്ര ആളുണ്ടെങ്കിലും എടി അന്നെ ഞാൻ കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുമ്പോ ഓന്റെ പെണ്ണുങ്ങളെ നിങ്ങളാ മയമാക്കാരോട് വർത്താനം പറയുന്നത്, എന്തെങ്കിലും കുസുകുസ് പറഞ്ഞിരുന്നത്, ഞങ്ങളെ കണ്ടു, നിങ്ങൾ എന്ത് കിട്ടാതെ വർത്താനം പറയുന്നത്. ഓളും നമ്മളെ കാണും, ശ്രദ്ധിക്കും. എവിടെയാണെങ്കിലും നമ്മളെ പെണ്ണിനെ അല്ലെങ്കിൽ നമ്മൾ ആളുകളെ നമ്മൾ എന്താകും കാണും, ഓർമ്മിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഓർമ്മിക്കുമോ നബിയേ? പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 സ്ഥലങ്ങളിൽ ഓർമ്മിക്കുകയില്ല. 3 ഓർത്ത് ശ്രദ്ധിക്കാൻ കഴിയൂല.
ഒന്നാമത്തെ സ്ഥലം ഇൻദൽ മീസാൻ, തൂക്കണോടത്ത്. ലഗേജ് തൂക്കണോടത്ത്. നമുക്കും അങ്ങനെയാണല്ലോ. ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞ് വരുമ്പോ അവനാന്റെ ലഗേജ് ഒക്കെയാണ് നോക്കില്ലേ. നമ്മളിപ്പോഴും അങ്ങനെ ഉണ്ട്. മറ്റേക്ക് നോക്കുക, എന്റെ ഇങ്ങോട്ട് നോക്കുന്നു പഠിച്ചോ എടുത്തിട്ട് എന്താകും ലഗേജ് തൂക്കിലെടുത്തുനിന്ന് ഓരോ കുട്ടീന്റെ ഉന്തട്ട ബാക്കിന്ന് തള്ളും പോത്തു അക്കപ്പാടെ. അതന്നെ തൂക്കണോടത്ത് മീസാനിന്റെ അടുത്ത് വെച്ചിട്ട് വേറൊരാളെ ശ്രദ്ധിക്കാൻ കഴിയൂല. ഏടുകൾ വിതരണം ചെയ്യുമ്പോ പഠിച്ചോനെ ഇന്റെ ഏത് കയ്യിലാ കിട്ടുക, വലത്തോ ഇടത്തോ എന്ന് ബേജാറോടുകൂടെ ആ സമയത്ത് ഒപ്പമുള്ളവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. സിറാത്ത് പാലത്തിന്റെ അടുത്തും ശ്രദ്ധിക്കാൻ കഴിയുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതെ കഴിയൂലാന്നേ. നമ്മളുണ്ടല്ലോ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ ഒക്കെ വരിയായിട്ട് വന്നിട്ടുണ്ടാകും. പാസ്പോർട്ട് കൊടുത്തു, അങ്ങനെ കൊടുത്തിട്ട് പിന്നൊക്കെ കഴിച്ചിലായിട്ട് നിങ്ങൾ പോരി. അല്ല എന്റെ ഭർത്താവ് അവിടെ ഉണ്ട്, എന്റെ ഒപ്പം നിർത്തായിരുന്നു, അപ്പൊ വരികെന്ന് നിൽക്കാരുന്ന് കഴിച്ചൂല. അതെ ഭൂമിയിലാണ് സംഭവം. ഞാൻ കാത്തിക്കാണ്, ചോറുണ്ട് അവിടെ, പാത്തുമ്മ അവിടെ ഉണ്ട്, കുഞ്ഞുമ്മ അവിടെ ഉണ്ട്, ഞങ്ങൾ ഒപ്പം വരെ ഉസ്താദ് ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ എന്താകുള്ളൂ, ഒപ്പമുള്ള കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. സിറാത്ത് പാലം ഒന്നാമത്തെ ഗേറ്റിൽ വെച്ചിട്ട് ഈമാനിനെ കുറിച്ച ചോദ്യം, രണ്ടാമത്തെ ഗേറ്റിൽ നിസ്കരിച്ചോ, മൂന്നാമത്തെ ഗേറ്റിൽ സക്കാത്ത് കൊടുത്തോ, നാലാമത്തെ ഗേറ്റിൽ വെച്ച് നോമ്പ് നോറ്റോ, അഞ്ചാമത്തെ പരിശോധന സിറാത്ത് പാലത്തുമെന്ന് പരിശോധന നിങ്ങളത് കഴിച്ചിലാവോ, അഞ്ചാമത്തെ സ്ഥലത്ത് നിന്ന് ഹജ്ജ് ഉംറയും നിർവഹിച്ചോ ചോദ്യം, ആറാമത്തെ ഗേറ്റിൽ വെച്ചിട്ട് കുടുംബബന്ധം എങ്ങനെ ഉണ്ടായിരുന്നു, ഉമ്മാനോടും ഉപ്പാനോടും മൂത്താപ്പാനോടും വെളാപ്പാനോടും അമ്മാമ്മമാരോടും. അതെ ഏഴാമത്തെ ഗേറ്റിൽ വെച്ചിട്ട് ആരൊക്കെ ആക്രമിച്ചിട്ടുള്ളത്, ആരൊക്കെ ഉന്മ ചെയ്തത്, ഇങ്ങനെയുള്ള 7 ചോദ്യങ്ങൾ പഠിച്ചോനെ കഴിച്ചിലാകോ, ആക്കര കടക്കോ അവിടെയും ബേജാറാൻ, അവിടെയും ശ്രദ്ധിക്കാൻ കഴിയില്ല. പേടി കൂടാതെ വിചാരണ എളുപ്പത്തിലായിട്ട് സ്വർഗത്തിൽ പോകുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളും. മീസാനിന്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുവരും. മലക്കൻ മുവക്കലും ബിൽ മീസാൻ. മീസാൻ എന്ന തുലാസ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഫയൂതാ ബിൽ അബ്ദി യൗമൽ ഖിയാമ. ഒരു അടിമയെ ഖിയാമത്ത് നാളിൽ അത് കൊണ്ടുവരികയാണ്. എല്ലാരെയും ഓരോ അടിമയും മീസാനിന്റെ 2 തുലാസിന്റെ 2 തട്ടിന്റെ മുമ്പിൽ അവനെ നിർത്തുന്നതാണ്. അവന്റെ തുലാസിന്റെ ഭാരം കൂടിയാൽ നാദൽ മലക്കുൽ സൗത്തും ഉച്ചത്തിൽ മലക്ക് വിളിച്ചു പറയുന്നതാണ്, സഈദ ഫുലാൻ ബിൻ ഫുലാൻ, ഇന്നാലിന്റെ മകൻ ഇന്നാലിന്നവൻ വിജയിച്ചിരിക്കുന്നു. സഅദത്തുന്നൊരു വിജയിക്കൽ ലാ യസ്ഹാ ബഅദഹാ അബദാ. ഒരു കാലത്തും അവൻ പരാജയപ്പെടുകയില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അത് കേൾക്കാൻ അവസരം നൽകട്ടെ. നമ്മുടെ ബാപ്പിയും കുടുംബങ്ങളും മുസ്ലിം സമൂഹം മുഴുവനും വിജയിച്ചു എന്ന അറിവ് കിട്ടാൻ അല്ലാഹു തആല അവസരം നൽകട്ടെ. വൈൻ ഖഫദ മീസാനുഹു, അവന്റെ മീസാനിന്റെ ഭാരം ചുരുങ്ങി, ഒന്നുമില്ല, നന്മയില്ല. നാദൽ മലക്കു, ആ മലക്ക് വിളിച്ചു പറയുന്നതാണ്, ശഖിയ ഫുലാനും ശഖാവത്തൻ ലാ യസ്അദു ബഅദഹാ അബദാ. ഇന്നാലിന്നവൻ പരാജയപ്പെട്ടിരിക്കുന്നു, ഒരു കാലത്തും അവന് വിജയമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്. അതാ പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൽ മീസാനു, മീസാൻ സ്ഥാപിക്കപ്പെടും. വലഹു കിഫതാനി, അതിന് 2 തട്ടുണ്ട്. ലൗ ഉളിയ ഫീ ഇഹ്ദാഹുമാ, രണ്ടാല് വിധത്തിൽ വെച്ച് കഴിഞ്ഞാൽ സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും മമം ഫീഹിന്ന, അത് മുഴുവനും ലവസ്യഹു, ആ തട്ട് വിശാലമാകുന്നതാണ്. ബിരിയാണി ചെമ്പില് ചെറിയൊരു കഞ്ഞി ഉണ്ടാക്കിയ മാതിരി
അതാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ആകാശവും ഭൂമിയും അതിലുള്ള വസ്തുക്കളും ആ തട്ടിലിട്ടാൽ തട്ട് പിന്നെയും വിശാലമായതാണ്. ചൊല്ലൂ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ മലക്ക് പറയും, ആരെ തൂക്കാനുള്ളതാണിത്? ഇത് ആർക്കുള്ളതാ? ഇതിപ്പോ എന്തിനാണ്? ഇതൊക്കെ എന്തിനാണ്? അല്ല പറയും, മൻശീതു മിൻ ഖൽഖി, എന്റെ സൃഷ്ടികളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചവരെ തൂക്കാൻ. ചിലരെ തൂക്കൂല എന്ന് പറഞ്ഞല്ലോ തുടക്കത്തില്. ഉദ്ദേശിച്ചവരെന്താകും? അതന്നെ. മലക്കുകളൊക്കെ അല്ലാഹുവിനോട് പറയും, സുബ്ഹാനക മാ അബ്ദനാക ഹഖ ഇബാദതിക. അതന്നെ, നല്ല ഇബാദത്ത് ചെയ്യാം, അള്ളാന്റെ പരിശുദ്ധയെ വാഴ്ത്താം, അപ്പൊക്കെ രക്ഷപ്പെടും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. عن انس رضي الله تعالى عنه قال سألت النبي صلى الله عليه وسلم, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യസ്ഫഅലി യൗമൽ ഖിയാമ, എനിക്ക് ഖിയാമത്ത് നാളിൽ ശുപാർശ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഫഖാന ഫായിലു, ഞാൻ പ്രവർത്തിക്കാം. പറഞ്ഞാൽ എന്താകും? ചെയ്യുന്നേ നമ്മളും പറയണ്ടേ? അള്ളാഹിനോട് സഹാബാക്കിറാം പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്തുതരാം, ഞാൻ പ്രവർത്തിച്ചുതരാം. അപ്പൊ നമ്മൾ എന്ത് പറയണം? നമ്മൾ ശഫാഅത്തിനെ തേടണം. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദാദ് ലക അഷ്കു ഫീകി യാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി. الشفاعة هب لنا في القيامة مشفقا واهلنا إضاع يا سيدي خير النبي الصلاة على النبي. قلت ഞാൻ ചോദിച്ചു, അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്ന അത്ലുബുക, അങ്ങേ ഞാൻ എവിടെയാണ് തേടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്നെ സിറാത്ത് പാലത്തിന്റെ അടുത്ത് നോക്കിക്കോ, ഞാൻ അവിടെ ഉണ്ടാകും. അവിടെ കണ്ടിട്ടില്ലെങ്കിലോ ഹൗദുൽ കൗസർ കൊടുക്കുന്നിടത്ത് ഞാൻ ഉണ്ടാകും, അവിടെ വെച്ച് എന്നെ കാണാം. നബിയെ അവിടെയും വെച്ച് കണ്ടിട്ടില്ലെങ്കിലോ ഇൻദൽ മീസാൻ, മീസാന്റെ അടുത്ത് ഞാൻ ഉണ്ടാകും. ഈ 3 സ്ഥലത്ത് എവിടെയെങ്കിലും ഞാൻ ഉണ്ടാകും. എന്നെ കിട്ടും. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ 3 സ്ഥലത്ത് വെച്ച് കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനേ. അതുകൊണ്ട് ദൈക്കന്നെ പണി തന്നെ എന്നാമത് പറഞ്ഞത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ കാര്യമാണ്. വസ്തഗ്ഫിറൂ ഫീഹി മിൻ അർബഅ ഖിസാൽ, വിശുദ്ധ റമളാൻ മാസത്തിൽ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. 4 കാര്യങ്ങൾ. ഖസ്ലതൈനി, 2 കാര്യങ്ങൾ. തുർളൗന ബിഹിമാ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിന് തൃപ്തിയുള്ള 2 കാര്യങ്ങളാണ്. ഖസ്ലതൈനി, 2 കാര്യങ്ങളോ ലാ ഗിനാഅ ബിക്കും അൻഹുമാ, നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത സംഗതിയാണ്. ഫഅമ്മൽ ഖസ്ലതാനി ലതാനി തുർളൗന ബിഹിമാ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിന് തൃപ്തിയുള്ള 2 കാര്യങ്ങൾ. ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു, ഷഹാദത്ത് കലിമയും പൊറുക്കലിനെ തേടലുമാണ്. വഅമ്മൽ ഖസ്ലതാനി ലതാനി ലാ ഗിനാഅ അൻകും മിൻഹുമാ, നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത 2 കാര്യങ്ങൾ. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ട് കാവലിനെ തേടാ. ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തലകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മനുഷ്യനെ അവന്റെ മീസാൻ എന്ന തുലാസിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. തൂക്കി നോക്കുന്ന സമയത്ത് അവന്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു. പരാജയത്തിലേക്ക് നീങ്ങുമ്പോൾ
മലക്കുകളിതാ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ പിന്നിൽ നിന്നും ഒരു അട്ടഹാസം കേൾക്കുന്നതാണ്. അത് റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്നുമുള്ള വിളിയാണ്. ലാ തഅ്ജലൂ ലാ തഅ്ജലൂ, മലക്കുകളെ ധൃതി കൂട്ടരുതേ, ധൃതി കൂട്ടരുതേ. അത് ബഖിയലഹു, അവനൊരു സംഗതി ബാക്കിയാകിയിട്ടുണ്ട്. ഒരു ഇതാ ഒരു കടലാസ് കൊണ്ടുവരുന്നു. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്. അതെ, ആ മനുഷ്യരോടുകൂടെ ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹും തൊട്ടിൽ വെക്കുന്നു. മീസാൻ അവനെ കൊണ്ട് ചായുന്നതുവരെ, മുന്നോക്കമാകുന്നതുവരെ അവൻ സ്വർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണേ. അതാ ചൊല്ലാൻ സുഖമുള്ളൊരു പണിയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുണ്ടനങ്ങൂല ഫലമുന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുണ്ടുമ്മ പണിയില്ല, ചുണ്ടുമ്മ അക്ഷരങ്ങൾ കൂട്ടിമുട്ടില്ല. ഇല്ല ഇല്ല, സുബ്ഹാനല്ലാഹ് പറയുമ്പോ ബാവ് കൂട്ടുമുട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെ? നാവ് പുറത്തേക്ക് വരുന്നില്ലേ? നാവ് വായന്റെ അകത്ത നല്ലോണം ചെല്ലിക്കോളിയും അതെങ്കിലും അവിടെ നമുക്കുണ്ടാകണം. കൊണ്ടുപോകുമ്പോഴല്ലേ അള്ളാന്റെ വലിയ പോലി ഒരു സാധനം കൂടി ഒന്ന് വെച്ചു നോക്കാണ്ട് ചെറിയൊരു സാധനം ചെറുത്. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെയാണ് സ്വലാത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംഭവം. ഒരു അടിമയെ നോക്കുമ്പോൾ തോക്കുന്ന സമയത്ത് അവന് ഭാരം കുറഞ്ഞിരിക്കുന്നു. അവനെ കൊണ്ടുപോകുകയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഒരു കടലാസ് എടുത്തിട്ട് അതിലിടും. ഇത് നീ എന്റെ മേൽ ചൊല്ലിയ സലാത്താണ്, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണെന്ന് പറഞ്ഞിട്ട് അതിലിട്ടും. അങ്ങനെ ഭാരം കൂടും. അവനെയും ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ചൊല്ലൂ 3 സ്വലാത്ത് സല്ലല്ലാഹു. اللهم صل على محمد يا رب صل عليه وسلم. അപ്പൊ തൂക്കണം. മീസാനിൽ നമുക്ക് എന്ത് വേണം? സാധനങ്ങൾ ഉണ്ടാക്കണം. തൂക്കണ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. عن جابر رضي الله عنه النبي صلى الله عليه وسلم قال أول ما يوضع في ميزان العبد, ഒരു അടിമയുടെ മീസാനിൽ ആദ്യമായി വെക്കപ്പെടുന്നത് നഫഖതുഹു അലാ അഹ്ലിഹി, അവന്റെ കുടുംബങ്ങളുടെ മേൽ ചെലവാക്കിയതാണ്. അതാ. അപ്പൊ നല്ല കട്ടിയുള്ള സാധനം വെക്കണം ആദ്യം തന്നെ കനള്ളാണ്ട് ഇട്ടിട്ട് എന്താകണം? അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവും. ചില തൂക്കൊക്കെ ഉണ്ടാവുമല്ലോ, ഒരൊറ്റ കീറിയ അണ്ട് ഏറുമ്പോ എന്താന്നറിയങ്ങള് ഒരൊറ്റ ദൂരത്ത് നിന്ന് 1/2 കിലോനാണെങ്കിൽ എറിയ. അപ്പൊ 1 കിലോന്റെ കട്ടിയാണെങ്കിൽ ആ ഏറിന്റെ പവർ കൊണ്ട് എന്താകും? ആ ഏറിന്റെ മുടുക്കൊണ്ട് എന്താകും? കട്ടിയാണ് പൊന്തും വേഗം എന്താ. അതന്നെ. അങ്ങനെ അള്ള കാക്കട്ടെ. അളത്തത്തിലും തുടക്കത്തിലും കമ്മി വരുത്താൻ പറ്റൂല കേട്ടോ. വിടൂല, അള്ള വിടൂല. അപ്പൊ ആദ്യത്തെ ഇടുമ്പോ എന്താവുന്ന എങ്ങനെയാണെങ്കിലും ഒന്നൊരു എന്താകും? ഒന്നാ കാട്ടിടാൻ ഇടുമ്പോ എന്ത് ചെയ്യും? അപ്പൊ മറ്റേതിന് പൊന്തി ഇതിന് ഭാരം കൂടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം വെക്കണേ നല്ല കട്ടിയുള്ള ആളാണ്. അതേതാണ്? നഫഖതുഹു അലാ അഹ്ലിഹി, അവന്റെ കുടുംബങ്ങൾക്ക് അവൻ ചെലവാക്കി. ചുട്ട കോഴി, പൊരിച്ച കോഴി, മന്തിച്ചോറ്, അൽഫഹം. ഓന്റെ മോള് തിന്നണത് രാവിലെ അല്ല രാത്രി ചക്കക്കുരു മുരുങ്ങിയും ഉച്ചക്ക് മുരുങ്ങി ചക്കക്കുരു. അതെ. ഇവൻ ആസ്ട്രേലിയൻ ആപ്പിൾ, തൈവാനിലെ നെയ്യ്,
ആടിന്റെ സൂപ്പ്, ആടിന്റെ കാല്, എന്തൊക്കെയെന്ന് നിങ്ങൾ തരിക്കഞ്ഞി ഒരു സംഗതി. ഇത് ചരങ്ങ താളിച്ചതും മുരിങ്ങ താളിച്ചതും ചേമ്പ് താളിച്ചതും മുരിക്കിന്റെ താളിച്ചതും പാറ്റിന്റെ താളിച്ചത് ഒക്കെ ഒന്ന്. കൈപ്പക്ക ചാറ്, കൈപ്പക്ക പേരി, കൈപ്പക്ക കൊണ്ടാട്ടം അല്ലേ, കറോത്തിന്റെ അച്ചാറ്, കറോത്ത് പേരി വെച്ചത്, പഴുത്താലോ കറോത്ത്. വിവിധ മാർക്കറ്റിലെ പഴവർഗ്ഗങ്ങൾ അത് പറ്റൂല. കുടുംബത്തെ നോക്കാം. ഇജ്ജ് ഓളോ അന്റെ കുടിയിന്ന് 5 സെന്റ് സ്ഥലം വാപ്പ തന്നു. ഇജ്ജ് അവിടെ നല്ല ചുട്ടതും പൊരിച്ചതും തിന്ന. ഇമ്മി മാപ്പിയോ നല്ല മത്തിയും ചോറും, പൊരിഞ്ചോറും മത്തി. എന്താ അമ്മാക്കും വാപ്പാക്കും പറ്റൂലേ. അപ്പൊ കുടുംബത്തെ നോക്കാം. പെരുന്നാക്ക് അടിച്ചു പൊളിച്ച് ഇജ്ജ് നല്ല ഡ്രസ്സും എന്റെ കുട്ടികളും, എന്നിട്ട് അന്ത്രോപ്പാടിന്റെ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ നടക്കുക പറ്റില്ല. കുടുംബത്തിനെ നോക്കിയാൽ നമ്മൾ കുറച്ച് 1 കിലോ മീൻ വാങ്ങുമ്പോ 1/2 കിലോയിൽ കൊടുക്കാന്ന് ഉമ്മാക്ക് എത്തിച്ച് എന്താ പൈന്. അപ്പൊ നമ്മള് ഭാരം എങ്ങനെ ഭാരം കൂട്ടേണ്ടത് എന്നാ കുടുംബങ്ങളൊക്കെ നോക്കുക, നോമ്പുറപ്പിക്കാൻ വിളിക്കുക. നമ്മൾ അവിടെ ഇങ്ങനെ ഉമ്മാനിപ്പാനത്ത് പോയി തിന്നു, നമ്മളിങ്ങോട്ട് വിളിക്കണ്ടോ? ഇല്ല, അത് പറ്റൂല. ഇങ്ങോട്ടും വിളിക്കുക, നല്ലോ കൂടുക, ആളുകളെ വിളിപ്പിക്കുക, ഇഫ്താർ മറ്റു നല്ല കാര്യങ്ങളൊക്കെ നടത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനിയോ ചൊല്ലുന്നൊരു സംഗതി, ഭാരം കൂട്ടുന്നൊരു സംഗതി, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. അതന്നെ വയല് കേട്ട പൗരന്നെയാണത്. ഇങ്ങനെ പറയാം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന്റെ മേൽ നിഷ്പ്രയാസം പറയാവുന്ന 2 കലിമത്തുകൾ. സഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിന് ഭാരം കൂട്ടുന്ന കലിമത്ത് എന്നിട്ടാകാം ആടുത്താകും, അല്ല ഭാരാകും. ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ തമ്പുരാന് ഇഷ്ടപ്പെട്ട 2 കലിമത്തുകൾ. ദിവസവും 100 വട്ടം ചുരുങ്ങിയത് നമ്മൾ പറയാ, രാവിലെയും പറയാ, വൈകുന്നേരം പറയാ. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം നബിയുനാ റസൂലുള്ളാഹി. അതന്നെ ഇന്ന് മുതൽ വയൽ അതിനാ ഇന്നമാക്ക്. പിന്നെ നിങ്ങൾക്ക് വയലുകൊണ്ട് കാര്യം എന്താണാ? എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്? ഉമ്മാനി ബാപ്പാനി കുടുംബങ്ങളൊക്കെ നോക്കണം, എന്നാലെന്താകും? തുലാസിന്റെ ഭാരം കൂടും. പിന്നെന്തേ പറഞ്ഞത്? അതന്നെ എന്തേ പറഞ്ഞത്? ഇത് ചൊല്ലാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതിന്റെ കൂടെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൂട്ടിയിരുന്നു വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതന്നെ അതും ചൊല്ലന്നെ ഓർക്കലിലും ആയില്ലേ? അതന്നെ രാവിലെ വൈകുന്നേരം സുബൈക്ക് ഇവിടെ വന്നു, സുന്നത്തുസ്കരിച്ചു, 10-20 മിനിറ്റ് ബാക്കിന്റെ ഒരു 100 വട്ടം സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നോമ്പറക്കാൻ വിളിച്ചു, 10 മിനിറ്റ് മുമ്പ് അവിടെ എത്തി. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്നു സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതും പറഞ്ഞു അല്ലെ? ആദ്യം എന്താ പറഞ്ഞത്? ചെയ്യേണ്ടത് പറഞ്ഞു, നമ്മൾ കൊടുത്തത്. രണ്ടാമത് പറഞ്ഞത് ചൊല്ലേണ്ടത്. ഇനി അത് രണ്ടുമല്ലാത്തത്. ചൊല്ലും വേണ്ട, ചെയ്യും വേണ്ട, നമ്മളായാ മതി. നമ്മളെ സ്വഭാവം ഹസ്നുൽ ഖൽഖ്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, قال رسول الله صلى الله عليه وسلم ما من شيء يوضع في الميزان يوم القيامة قيامة നാളിൽ മീസാൻ എന്ന തുലാസിൽ വെക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഒരു വസ്തുവുമില്ല ഏറ്റവും ഭാരം കൂടിയത്, ഏറ്റവും ഭാര്യം കൂടിയത് മിൻ ഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തിനേക്കാൾ മറ്റൊന്നുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് നമ്മുടെ പേഴ്സണാലിറ്റി. അതാ പേഴ്സണാലിറ്റി. എന്ത്? നല്ല സ്വഭാവം. ഇന്ന് ആദരവൊക്കെ എടുത്തു പോയിക്കാം, ബഹുമാനം എടുത്തു പോയിക്കാം, വിമർശനങ്ങൾ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആദ്യം തുടക്കം അവസാനവും ഇല്ലാതെ, അന്തല്ലാതെ നമ്മൾ എന്ത് വേണ്ട? ഞാൻ പറഞ്ഞു എടുത്തു ചാടണ്ട. അത് പഠിച്ചിട്ട് പറയാം.
പഠിക്കാതെ പറഞ്ഞ അബദ്ധം ഉണ്ടാവും. തൃശൂർ ജില്ലയിലൂടെ ഒരാള് പോകുക, പോലീസുകാരനോട് ചോദിച്ചു ഇന്ന സ്ഥലത്തേക്ക് പോകണം. പോലീസുകാരൻ പറഞ്ഞു ചിറ്റണ്ട പാഞ്ഞാള. ഓ പിന്നെ അവിടെ നിൽക്കുവോ? ഓ ഓടി. ഓനോട് ചിറ്റണ്ട പാഞ്ഞാള എന്നാണ് പറയുന്നതാണ്. കൊപ്പത്തേക്ക് എങ്ങനെ വരാന്ന് ചോദിച്ചാൽ നമ്മള് പറയില്ലേ, അത് നിങ്ങൾ ചെറുകരെത്തി. എവിടെ എത്തിയപ്പോ ചെറുകരെത്തി കഴിഞ്ഞാൽ പിന്നെ പുളിങ്കാവ്, കട്ടുപ്പാറ, പിന്നെ UP പുലാമന്തോൾ, അത് കഴിഞ്ഞാൽ പിന്നെ വിളയൂര് കഴിഞ്ഞാൽ പിന്നെ ചന്തപ്പടി കഴിഞ്ഞാൽ പിന്നെ കൊപ്പം. അതന്നെ പറഞ്ഞു കൊടുക്കുകയാണ് പോലീസുകാരനെ. ചിറ്റണ്ട പാഞ്ഞാളാന്ന് പറഞ്ഞപ്പോ പഠിച്ചോന് ഇന്നെ ഇവിടെ നിർത്ത്, ഇവിടെ നിൽക്കണ്ടപ്പോ മലപ്പുറത്തേനോടല്ലേ ഓ പാഞ്ഞു. അന്തല്ലാതെ എന്താ ചിലപ്പോ അന്തം കമ്മി എനിക്കുണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും, ഓരോരുത്തർക്കും ഉണ്ടാവും. ബഹ്റൈനിൽ പോയിരുന്നു ഞാൻ. പോയപ്പോ ഒരു കടയിൽ കയറിയപ്പോ ആ കടക്കാരൻ പറഞ്ഞു ഈ കട ഉദ്ഘാടനം ചെയ്തത് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദാണ്, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 5 ബീഡി വെച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉസ്താദ് ബീഡി വെക്കൂലാറുണ്ട്. ഓ പറഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞു വെക്കൂലാണ്. ഉസ്താദൊക്കെ അതിനെതിരാണ്. സുന്നത്തായ കാര്യങ്ങൾ അതിന്റെ സംഗതിക്ക് പ്രബോധനം ചെയ്യുന്ന ഒരാള് ബീഡി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. ഇവൻ പറഞ്ഞു ഞാനാണത് എടുത്തു വെച്ചത്, അങ്ങനെ ഉണ്ടാവൂല എന്ന് ഞാനും പറഞ്ഞു. നോക്കുമ്പോ വേറൊരാള്, ഞങ്ങളെ തർക്കത്തിനിടയിൽ വേറൊരാൾ ഇടപെട്ടു. എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു ഉസ്താദെ ഇവിടെ ബീഡി എന്ന് പറഞ്ഞാല് നിങ്ങളെ നാട്ടിലെ ബീഡിയല്ല, ബഹ്റൈൻ ദീനാർ എന്നാണ്. ബഹ്റൈൻ ദീനാർ അതിന് ബീഡി എന്നാ പറയാ. നിങ്ങൾ കുവൈത്തിൽ പോയിട്ടുണ്ടല്ലോ, ആ കുവൈത്തിൽ പോയിട്ടുണ്ട്, അവിടെ കേടില്ലേ? ആ കേടുണ്ട്. കുവൈത്ത് ദീനാറില്ല, ഉണ്ട്. നമ്മുടെ ബീഡി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം? വിവേകമുള്ളവരാണ്, നല്ല സ്വഭാവമാണ്. നമ്മളൊക്കെ അങ്ങേ തല എത്തി, IAS എത്തി, ഡോക്ടറായി. നമ്മളെ അമ്മി ബാപ്പയ്ക്ക് വരുന്ന നേരത്തെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, നല്ല അടയാളം കാണിക്കാം. നമ്മള് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, ആ പ്രസിഡന്റാണ്. ആ സമയത്ത് മീറ്റിംഗ് കൂടാ. അപ്പൊ നമ്മൾ കമ്മിറ്റിക്കാരന് എന്ത് ചെയ്യാം? നല്ല അടയാളം കാണിക്കാം. ഉസ്താദ് ഒന്ന് ഒരു അഭിപ്രായം പറഞ്ഞാലേ നിങ്ങൾ ഞങ്ങളെ ശമ്പളക്കാരനാ, നിങ്ങൾ വിട്ടാതെ അവിടെ ഇരിക്കുന്നാലും പോയില്ലേ? ഈ ജനങ്ങൾ തിരിഞ്ഞില്ലേ? ആദരവിന്റെ സന്ദേശം കൊടുക്കണ്ടേ നമ്മള്? അല്ലാതാണ് ആരോട് നമ്മൾ എന്തു? അത് നല്ല സ്വഭാവത്തിന്റെ അടയാളല്ലാതെ. ഞാൻ ജോലി ചെയ്യുന്ന ഇടവണ്ണപ്പാറയിലാണ്. പള്ളി പ്രസിഡന്റിന്റെ പേര് മധുരക്കുഴയൻ ഉണ്ണീനാജി. എനിക്ക് അസുഖം ബാധിതനായി. അദ്ദേഹം എന്നെ വിളിച്ചു, നോമ്പിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു വരൂല, വരാൻ പറ്റില്ല. ഇദ്ദേഹം പറഞ്ഞു വന്നേ തീരുന്നു. അങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചക്ക് ചോറുണ്ടാക്കി തരും. ഉണ്ടാക്കി തരാറുണ്ട്. ജുമാന്റെ മുമ്പ് ഉണ്ണീനാജി പള്ളി പ്രസിഡന്റ് ചോറുണ്ടാക്കി തന്നു. എനിക്ക് നല്ല പിന്നെ ചെറിയ കഞ്ഞി ചോറാക്കി തന്നു. ദഹനം കുറവാണല്ലോ. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി. അസറായപ്പോ മൂപ്പര മകൻ റഫീഖ് മാഷ വിളിച്ചു. എടാജ് പോയിട്ട് കഞ്ഞി കൊണ്ടൊരു ഉസ്താദിന് തളർന്നിട്ടുണ്ട്. പാത്രത്തിൽ കൊണ്ടുവരുമ്പോ അത് ബാഗിൽ വെച്ച് കൊണ്ടുവരുന്നുണ്ടോ? നല്ലൊരു ബാഗ് വാങ്ങിക്കൊണ്ടു വെച്ചു. 2 ബക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു പാപ്പ. ഒരു കാലി ബക്കറ്റും ഒരു വെള്ളമുള്ള ബക്കറ്റും ഒരു കപ്പും. എന്നിട്ട് പാപ്പ പറയണം ഉസ്താദിനെ കൈയഴി കൊടുക്കേ. അപ്പൊ ഈ റഫീഖ് മാഷ് 10,000 ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്റെ കയ്യുമ്പോ വെള്ളം വാങ്ങുന്നു. എന്നിട്ട് കഴിച്ചു. എന്നിട്ട് ഞാൻ കഞ്ഞി വിളിച്ചു കഴിഞ്ഞിട്ട് ഇനിയും പാർന്നു കൊടുക്കാനും ഞാൻ എന്റെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞ് പുറത്ത് കൊണ്ടുപോയി ഒഴിവാക്ക്. ആര് പറയാൻ? ഇങ്ങനെയുള്ള പണി, ഇങ്ങനെയുള്ള സന്ദേശം നമ്മൾ നൽകണം. നമ്മൾ എന്ത് നൽകണം? വെറു ആബാക്കും, നിങ്ങളെ ഒപ്പാർക്ക് നിങ്ങൾ ഗുണം ചെയ്യും. തബറുക്കും മുബിനാക്കും, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങൾ മാന്യത പുലർത്തുകയും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് മാന്യത കാണിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെ കുറിച്ചൊക്കെ എന്ത് പറയണം? വായിൽ വിരലിട്ടാൽ എന്താവില്ല, കടിക്കൂല എന്നൊക്കെ പറയില്ലേ? ആ രീതിയിലേക്ക് നമ്മുടെ അളവ് വീട്ടിലൊക്കെ വെച്ചിട്ട് ചൂടാണ് എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അധ്യാപകനായാലും ആരായാലും സ്നേഹം നൽകണം. എന്നാൽ എന്താകും? അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്റെ മോളൊരു കൂട്ടുകാരിയുടെ പുര കൂടെ ഞാൻ ചെന്നപ്പോ ഒരു ഹൈന്ദവ കുടുംബമാണ്. അവിടെ ചെന്ന ശേഷം ഞാന് ചോദിച്ചു, എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്, തങ്ക ടീച്ചറുണ്ട്, ഹിന്ദി പഠിപ്പിച്ച